സദ്യയുടെ കൂടെ നല്ലൊരു കിച്ചടിയും കൂടെ വളരെ പ്രധാനമാണ്. പെട്ടെന്ന് നമ്മൾക്ക് നല്ല ടേസ്റ്റി ആയിട്ട് പാവയ്ക്ക കിച്ചടി തയ്യാറാക്കാം. പാവയ്ക്ക കിച്ചടി ആണെങ്കിലും ഒട്ടും തന്നെ കയ്പൊന്നും കാണത്തില്ല. അതിനായിട്ട് ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയതിന് ശേഷം രണ്ടായി മുറിച്ച് ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഉള്ളിലെ പാടയുണ്ടെങ്കിൽ കയ്പ് വരാൻ ചാൻസ് ഉണ്ട്. അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇനി ഇത് സാധാരണ നമ്മൾ പാവയ്ക്ക അരിയുന്ന പോലെ തന്നെ കനം കുറച്ച് നീളത്തിലരിഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു പാവയ്ക്ക മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് ഏകദേശം 4-5 പേർക്ക് കഴിക്കാനുള്ളതുണ്ടായിരിക്കും. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പച്ചടിയും കിച്ചടിയും കൂടെ ഡിഫറൻസ് എന്താണെന്നുള്ളത്. കിച്ചടി നമ്മൾ എപ്പോഴും പാവയ്ക്ക, വെണ്ടയ്ക്ക, വെള്ളരിക്ക, കുമ്പളങ്ങ ഇതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. പച്ചടി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ചുകൂടെ മധുരം മുൻപന്തിയിൽ നിൽക്കണം. പച്ചടി അധികവും ഉണ്ടാക്കാറ് പൈനാപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, മത്തങ്ങ ഇതൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടെ മധുര രസമായിരിക്കും മുൻപന്തിയിൽ നിൽക്കുന്നത്. നമ്മൾ അരിഞ്ഞെടുത്ത പാവയ്ക്കയിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി വയ്ക്കുക. നമ്മളിവിടെ കിച്ചടിയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കിച്ചടി എപ്പോഴും വെളുത്തിട്ടായിരിക്കും ഇരിക്കുക. പച്ചടിയിലാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാറ്. ഇനി ഇത് നമ്മൾക്കൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ് ആയിട്ടിരിക്കുക. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പാവയ്ക്കയെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വറക്കുമ്പോൾ ഫ്ലെയിം ഒരുപാട് കൂട്ടി വയ്ക്കരുത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഏകദേശം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറക്കാനായിട്ട്. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ മൊരിഞ്ഞ് കിട്ടും. കിച്ചടിയിലേക്ക് നമ്മൾ തൈര് എടുക്കുമ്പോൾ കുറച്ച് പുളിയുള്ള ടൈപ്പ് തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കിച്ചടിയിൽ കുറച്ച് പുളിരസമാണ് മുൻപന്തിയിൽ നിൽക്കേണ്ടത്. പാവയ്ക്കയെല്ലാം ഇപ്പോൾ കറക്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട്. കരിഞ്ഞു പോകാതെ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ പെട്ടെന്ന് ഇട്ട് വയ്ക്കുക. തോരനോ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണയിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാം. എണ്ണ നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കരുത്. പാവയ്ക്കയെല്ലാം കറക്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിനകത്തേക്ക് നമ്മൾക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിതിട്ട് കൊടുക്കുക. കൂടെ തന്നെ 1/4 ടീസ്പൂൺ കടുക്. ഇനി വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തൈരിലാണ് നമ്മൾ അരയ്ക്കുന്നത്. കുറച്ച് പുളിയുള്ള ടൈപ്പ് തൈര് തന്നെ എടുക്കുക. 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. കുറച്ചും കൂടെ തൈര് നമ്മൾക്ക് വേണ്ടി വരും. അതിനായിട്ട് ഞാനിവിടെ കുറച്ചും കൂടെ തൈര് മാറ്റി വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് കട്ട തൈര് ഒരു പാത്രത്തിലേക്ക് ഇട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലൂസായി പോവും. ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കിച്ചടി തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് മിക്സിയിൽ അരച്ച് വെച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തന്നെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത തൈരും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതും കൂടെ ഇതിനകത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. എല്ലാത്തിലേക്കും നമ്മൾ നേരത്തെ തന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പാവയ്ക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പാവയ്ക്ക മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾക്കിനി ഇതിനകത്തേക്ക് താളിച്ചിടാനും കൂടി ഉണ്ട്. കിച്ചടി എപ്പോഴും ഈ ഒരു കളറിലായിരിക്കും ഉണ്ടായിരിക്കുക. താളിക്കാനായിട്ട് ഇരുമ്പിൻ്റെ ഒരു ചെറിയ ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയൊക്കെ കുറച്ചൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കിയ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച കിച്ചടിയിലേക്ക് നേരെ ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക കിച്ചടി തയ്യാറായി. ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.